ഹലോ ഗൈസ്. അപ്പോൾ നമ്മളെ ഇന്നത്തെ നൈറ്റാണ്. ചെറിയ നൈറ്റ് പരിപാടി എന്ന് ആരും വിചാരിക്കണ്ട, അങ്ങനത്തെ ഒന്നുമല്ല. ഒരു നാളെ ചെറിയൊരു പരിപാടിയുണ്ട് ഗൈസ്. അതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ആമീസിൻ്റെ ചോറൂണാണ്. അപ്പോൾ ചോറൂണിന് അതായത് കഴിഞ്ഞതാണ് എന്തോ ആദ്യത്തേതെല്ലാം മെയിൻ ആയിട്ടൊന്നും ഉണ്ടല്ലോ. അതായത് ഫസ്റ്റ് നമ്മൾ ടൈം കൊടുക്കുമല്ലോ, സമയം ഉണ്ടല്ലോ. ആ ടൈം നമ്മള് ചോറ് കൊടുത്ത് 2-3 ക്ഷേത്രത്തിലൊക്കെ കൊടുത്തായിരുന്നു. പിന്നെ ഒരു നേർച്ചയും കൂടെ ഉണ്ട്. ഓരോ തടസ്സങ്ങളായിട്ട് മാറി മാറി ആ ദിവസം വന്നെത്തി. 10 മാസമായി അവർക്ക്. അപ്പോൾ ഇതൊരിക്കും നോൺ വെജ് നമ്മൾ കൊടുത്തില്ല, അല്ലാതെ വെജിറ്റബിളും കാര്യങ്ങളും ബാക്കിയുള്ള ഫുഡെല്ലാം കൊടുക്കും. നോൺ വെജ് മാത്രം കൊടുത്തു തുടങ്ങിയില്ല. അപ്പൊ ഇത്രയും മന്തായി. ഓരോരോ തടസ്സങ്ങളായത് കൊണ്ടാണ്. അപ്പൊ നമ്മള് നാളെ നമുക്ക് ചോറൂണിന് പോവേണ്. അരിപ്പ ക്ഷേത്രത്തിലാണ് കേട്ടാ. കൊളുത്ത് പുഴ പോണം. അരിപ്പ ക്ഷേത്രത്തിലാണ് പ്ലീസ്. തയ്യാറെടുപ്പിലാണ്. ഇനി എന്താണ് ഡ്രസ്സൊക്കെ ഒന്ന് അയൺ ചെയ്യാനുണ്ട്. നാളെ രാവിലെ അങ്ങോട്ട് പോകും. അതിന്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമ്മള് വേറെ ചോറൂണിന്റെ ഒരു വീഡിയോ നമ്മൾ എടുത്തിട്ടില്ല. അതായത് വാമിയുടെ ആദ്യം നമ്മൾ ചോറൂണ് കൊടുക്കുന്ന അതിന്റെ ഒരു വീഡിയോ നമ്മൾ എടുത്തിട്ടില്ല. അപ്പൊ ഈ വീഡിയോ എന്തായാലും നമ്മൾ ഫുൾ എടുക്കാൻ വേണ്ടി മാക്സിമം നോക്കും, എടുക്കും. നമ്മള് വീഡിയോ എടുക്കാനുള്ള ഇൻട്രസ്റ്റ് ഒന്നും കാണിച്ചിട്ടില്ല. നൂലിട്ടായിരുന്നാലും ആ ഒരു സമയത്ത് നമ്മൾ ഒരു വീഡിയോ എടുത്തിട്ടില്ല. വാമിയുടെ ഒരു കാര്യങ്ങളും അല്ലേ, പ്രഗ്നന്റ് ആകുന്ന വീഡിയോ ആയാലും വേറൊരു വീഡിയോ നമ്മൾ എടുത്തിട്ടില്ല. ഇതെന്താ നമ്മൾ എടുക്കും, നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. രാവിലെ കാണാം. ഗൈസ്, അപ്പൊ നമ്മള് ലേറ്റ് ആയിട്ട് ഇറങ്ങിയപ്പോ അവിടെ നിന്ന് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ക്ഷേത്രത്തിൽ എത്തിയിട്ടുണ്ട്. മാല വേണോന്ന് പറഞ്ഞു, ഹാരം. അപ്പൊ ഇവിടെ അടുത്ത് പൂക്കട അങ്ങനെയൊന്നും ഇല്ല. നമ്മുടെ ദോശയൊക്കെ പറിച്ച് ഹാരം ഉണ്ടാക്കാനുള്ള പ്ലാനിയാണ്. എത്ര മണിക്കാന്ന് പറഞ്ഞു? 10:30. ഫാമീസൊക്കെ അവിടെ അച്ചാച്ചന്മാരുടെ അടുത്ത് ഇപ്പോണ്ട്. ഒരാൾ കരഞ്ഞു വന്ന് നിൽക്കുകയാണ് ഗൈസ്. സാറിന് പോണാട് ആടിക്കൊണ്ടിരിക്കുകയാണ്. കൂടെ ഊഞ്ഞാലടിപ്പ് ബാമ്പിത ഭയങ്കര കരച്ചില്ല, ഒരു രക്ഷയില്ല. അതായിരിക്കും ഉറക്കം നല്ല വന്നിരുന്നതാ. പിന്നെ ബാക്കിലോട്ട് ഇരുത്തിയപ്പോഴത്തേക്ക് ഉറക്കൊക്കെ മാറി. ഭയങ്കര കരച്ചിലിന്റെ ആളോ. ഊനാലിരിക്കാനാണെന്ന് തോന്നുന്നു. ഊനാലിന് നോക്കുന്നു. നമ്മൾ ചോറിന് പോവേണം. അപ്പോൾ ഒരു പ്രദക്ഷിണ വെച്ചിട്ട് വരാൻ പറഞ്ഞു. കൂടുതൽ പ്രശ്നമൊന്നും സീരിയസിലാക്കാൻ കാലിൽ ഇതിൽ കുറിയുണ്ട്. മോതിരവെല്ലാം ഉണ്ട്. കുറി കുങ്കുമം ചന്ദനം മോതിരവെല്ലാം ഉണ്ട്. ചന്ദനമൊക്കെ ഇട്ടു. പക്ഷേ കുങ്കുമം ചന്ദനവും
ഒരു ചോറ് കള്ളവരലും മോദരലും ഈ രണ്ടും വേണം. ഒരു ചോറ് ഒരു ഒറ്റ അരി എടുത്താൽ മതി. ശരിക്കും തിരിഞ്ഞെടുക്കുക. ആ ഉപ്പും പുളിയും മുളകും ആ 3 രസങ്ങളും വെച്ച് കിട്ടണം. അതെല്ലാം പ്രാവശ്യം തൊടിച്ചെടുക്കും. നല്ലപോലെ തിരിഞ്ഞോ. അത് കുറച്ചുകൂടി ഓം പം അന്നപുരാണോ മാനോയ ഓം പം അന്നപുരാണോ മാനോയ ഓം പം അന്നപുരാണോ മാനോയ. രസങ്ങളെല്ലാം കളഞ്ഞിട്ട് കുടിക്കാൻ നമ്മൾ പായസം കൂടെ കൊടുത്തോ. ഇനി കൊടുക്കാൻ ഉള്ളവർ കൊടുത്തോ. ചോറ് കൊടുക്കണ്ട, പായസം മാത്രം ചേർന്ന് ശേഷം അങ്ങനെ കൊടുക്കാം കേട്ടോ. ഞങ്ങൾക്ക് വരട്ടെ തമ്മിലെന്നാണ് കഴിഞ്ഞിറങ്ങി. അവി നോക്കുക എല്ലാം കഴിഞ്ഞു. പഴം കിടക്കുന്നു. എന്താണ് ഇത് പറയാൻ? ഇപ്പം എല്ലാം കഴിഞ്ഞു. മാമിക്കെല്ലാം കൊടുക്കാം എല്ലാ. അപ്പം ഗൈസ് ദാ നമ്മൾ പ്രസാദമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കഴിഞ്ഞ് നമ്മളൊരു കൊച്ചു കുരുട്ടിൻ്റെ വീട്ടിലോട്ടൊന്ന് പോകണം. അങ്ങോട്ടാണ് യാത്ര. മാമി നല്ല കരച്ചിലൊക്കെ കയറുന്നിട്ട് ഇപ്പം നല്ല ആക്റ്റീവായിട്ടിരിക്കുന്നു. ഓൾറെഡി നമ്മൾ എരിയൊക്കെ കൊടുക്കുമായിരുന്നു, അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. അല്ല അത് എരിയില്ലായിരുന്നു അതില്. മുളക് അത് മുളക് പൊടിയല്ല, അത് സിന്ധുവല്ലേ സിന്ധൂര്. അത് മുളക് പൊടിയല്ല, അത് സിന്ധുവല്ലേ സിന്ധൂര്. എന്റെ പൊന്നെ, അത് മുളക് പൊടി. ഉപ്പും മുളകും പുളി. ഞാൻ വിചാരിച്ചത് സിന്ധൂര് ആയിരിക്കും. ഇത്രയും ഗതി കേട്ടോ. ഞാൻ വിചാരിച്ചത് സിന്ധൂര് ആയിരിക്കും. എന്നിട്ട് അതിന്റെ തോന കൊടുത്തോ? ഓ അത് തന്നെ കൊറേ ഇളക്കി കൊടുത്തു കാണിക്കും. അത് കരഞ്ഞൊന്നുമില്ല. പിന്നെ കൊടുക്കണ്ടേ നമ്മളറിയാം. എനിക്ക് സത്യം പറഞ്ഞാൽ അങ്ങനെ വെച്ചോണ്ട് തോന്നുന്നത് സിന്ധൂരം കണക്കാണ് എനിക്ക് തോന്നിയത്. ഒന്നും കഴിച്ചില്ല കേസ്, നല്ല വിശപ്പുണ്ട്. അവരെല്ലാം ചായ കുടിക്കാൻ വേണ്ടി പോയി. അപ്പോൾ നമ്മളങ്ങോട്ട് പോവാണ്. അങ്ങോട്ട് പോവാം. നമ്മളും പോയി ചായ കുടിച്ചു. ഒരു തുണി കണ്ടേ അത്. നമ്മളിതാ ഇവിടെ വീട്ടിലെത്തിയിരിക്കുന്നു. ബാമിത വന്നപ്പോൾ നല്ല ഉറക്കം. അപ്പോൾ ഇതാ ഇവിടെ നമുക്കൊരു കാപ്പി ഉണ്ടായി തരാൻ നോക്കും. ചക്കപ്പുട്ട് അല്ലേ പറയാൻ ചക്കപ്പുട്ടാനും കഴിക്കാൻ വേണ്ടി ഇതുണ്ടല്ല, ഇതുണ്ടാ ക്ലിയർ ഉണ്ട്. ചക്കപ്പുട്ടൊക്കെ വന്നിട്ട് അടുത്ത വീട് പിടിക്കാൻ അച്ഛനും അവരെല്ലാവരും കൂടെ മേളിലോട്ട് പോയിരിക്കണം. അവിടെ ഇരിക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് അവർ മേളിലോട്ട് പോയി. അപ്പം നമ്മളിവിടെ ബാമിയുടെ അടുത്ത് ഞാൻ ഇരിക്കണം. ബാമി നല്ല ഉറക്കം. 7 മണിക്ക് എണീറ്റതാണ് മാമി. ഇതൊരു ഉറങ്ങില്ല. ചോറൊക്കെ തിന്ന് എന്തോന്നു പായസം കൊടുത്തുള്ളി. പായസം കൊടുത്തപ്പോൾ നല്ല ഉറക്കമായി. ഒരാൾ കൊണ്ടാടി വീഡിയോ എടുക്കണം പറഞ്ഞു ഓടിക്കളഞ്ഞ്. അപ്പോൾ ചക്കപ്പുട്ടെത്തിയിരിക്കുന്നു. വലിയമ്മ ഫേസ് ഒന്ന് കാണിക്കൂ. നാളെ എല്ലാവർക്കും നാളെ അപ്പൊ കഴിച്ചിട്ട് മാമിത എണീറ്റ്. മാമി എണീറ്റ് കേട്ടാ. മാമിനാണെങ്കിൽ
മിനിറ്റ് ക്ലാപ്പ് വേണ്ട ഈ കൂട്ടുകാരെ ഇട കിട്ടി. മകളി എല്ലാരും ഒരു ഹായ് കൊടുത്താ. എല്ലാരും ഹായ് കൊടുത്താണ്. ഹായ് കൊടു. അതല്ലേ മനസ്സിലായ തന്നെ. അപ്പൊ നമ്മൾ മേളിലോട്ട് പോവുകയാണ്. ആ പോട്ടായി 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 ചർച്ചിലെ മണ്ടയിലോട്ട് പോയി. എന്തിനാണ് അവളെ സ്കൂളിലെ ടീച്ചർ പറഞ്ഞിട്ട് ചെയ്തതാണ്. നോക്കട്ടെ എന്തിനാണ് എന്തിനാണിത്. ചെടികളാണ് ചെടികൾ. ഇത് നട്ട് വെച്ചേക്കുക. ബാക്കിയല്ലേ വെള്ളത്തിൽ ഇതിന്റെ അകത്ത് പൂ വിളിച്ചു. അതിന്റെ അകത്തും പൂ വിളിച്ചു. ഇതെന്താ നാടി? ഇതെന്തൊരു ചെടി തന്നെ? തിന്നണ ചെടിയാ. തിന്നുന്ന ചെടിയാ? അച്ഛൻ തിന്നിട്ടുണ്ട്. അച്ഛൻ തിന്നിട്ടുണ്ട്. തിന്നണ ചെടിയാ. ആ വാരയുടെ കൊച്ചല. ഇപ്പൊ എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ? കൊച്ചുകൂടെ കഴിയുമ്പോ തിരിക്കണോ? എങ്ങോട്ട് തിരിക്കണം? അപ്പം എല്ലാരും കുട്ടി കഴിക്കാൻ വേണ്ടി അച്ഛനും എത്ര ദിവസമായി അറിയാമോ? ഇപ്പൊ 10 മാസമായിട്ട് അവൾക്ക് വേറെ ഒരു ഫുഡും നമ്മള് ഹോട്ടലിലൊക്കെ പോകുമ്പോൾ അവർക്ക് സെപ്പറേറ്റ് ആയിട്ട് ഒരു ദോശ വാങ്ങും, അല്ലെങ്കിൽ ഇടിയപ്പം അങ്ങനെ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചിട്ട് അതാണ് നമ്മള് കൊടുക്കണത് അവർക്ക്. ഇനിയിപ്പോ നമുക്കെല്ലാം ഇവിടെ എന്താന്ന് വെച്ചാൽ ഇവിടെ ഒന്നാമത് ഇവിടെ വീട്ടിൽ പോകുമ്പോൾ ഇവിടെ വീട്ടിലെല്ലാം കൊടുത്താന്നൊക്കെ അങ്ങനെ എന്തോന്ന് ഫുഡ് കൊടുക്കാൻ വേണ്ടി ചോദിക്കും. കൊടുത്താ ചോറ് കൊടുത്താ എന്തായാലും കൊടുക്കാൻ പറ്റുള്ളൂ. 8 മാസമൊക്കെ ആകുമ്പോ തന്നെ മുട്ടയുടെ വെള്ളയും അങ്ങനെയൊക്കെ കൊടുക്കാനുള്ളതാ. നമ്മൾ ഇതുവരെയും കൊടുത്തിട്ടില്ല. അപ്പൊ ഇനി അത് കൊടുക്കണം. അവള് നല്ല സന്തോഷമായിട്ടിരിക്കണം അവളൂടെ. ഈ പ്രായത്തിലുള്ള കുട്ടികളെ ഭയങ്കര ഇഷ്ടമാണ്. അവരുടെ ഇരുന്ന് ഭയങ്കര കളിയും ബഹളം. വലിയ സ്പേസ് ഒന്നും ഇല്ലെങ്കിലും അത്യാവശ്യം കുഴപ്പമില്ല. നമ്മള് ഇവിടുത്തെ ഉത്സവത്തിന് വന്നപ്പോഴും ഇവിടെയാണ് സ്റ്റേ ചെയ്തത്. സ്റ്റേ ചെയ്തിട്ട് നമ്മൾ പോയി. ജസ്റ്റ് നമ്മള് കണ്ടപ്പോഴത്തേക്ക് വന്നതാണ്. നമ്മളെ കളിയാക്കണം. നോക്കിയോ നാളെ നിങ്ങളെ നോക്കിയോ വീട് നമ്മളെടുത്തിടും. അതെ കാണിച്ചു കൊടുക്കണേ കേട്ടോ അവർക്ക്. ഇവർക്ക് കാണിച്ചു കൊടുക്കണേ. നീ നമ്മളെ വീട് പറഞ്ഞാൽ നീ ഇവർക്ക് കാണിച്ചു കൊടുക്കണം. കാണിച്ചു കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവർ കാണിച്ചു കൊടുക്കണം. 2 ദിവസം കഴിഞ്ഞേ ഇടുള്ളൂ. അപ്പൊ നിന്റെ ഫോണിൽ നോട്ടിഫിക്കേഷൻ വരും കേട്ടോ. ഓക്കെ വേറൊന്നുമില്ല. അപ്പൊ അവരെല്ലാം ഇറങ്ങട്ടെ. അപ്പൊ അവള് വീട്ടിൽ പോയിട്ടുള്ള ബാക്കിയുള്ള നമ്മൾ പോകുന്നു ഗൈസ്. ഇറങ്ങി എല്ലാവർക്കും ടാറ്റയൊക്കെ പറഞ്ഞു. അപ്പൊ നമ്മൾ ഇതാ വീട്ടിലെത്തിയിട്ടുണ്ട് ഗൈസ്. ഇതാ മാമി ഇതാ ഒരു ഉറക്കമൊക്കെ ഉറങ്ങി. ഇതാ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇതാ ഊതിയെ കളിക്കുന്നുണ്ടാ. നല്ല ക്ഷീണമുണ്ട്. ഇറങ്ങി നല്ല ഉറക്കം വരുന്നു. ഇറങ്ങിയിട്ട് ഇവിടെ വന്ന് ഇപ്പൊ നമ്മളിതാ വീടൊക്കെ എത്തി. അപ്പൊ ഈ വീഡിയോ ഇത്രേ ഉള്ളൂ. കഴിഞ്ഞിട്ടുണ്ട് ഗൈസ്. അപ്പൊ ഈ വീഡിയോ ഇത്രേ ഉള്ളൂ ഗൈസ്. ഷെയർ ചെയ്യുക. അപ്പൊ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.